ഉപ്പള പാറക്കട്ട ഐലാക്കടപ്പുറം റോഡിന് 65 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. കരാറുകാരന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തകർന്നടിഞ്ഞ് കാലങ്ങളായി യാത്രാ ദുരിതം നേരിടുന്ന പാറക്കട്ട ഐലാക്കടപ്പുറം റോഡിന്റെ പുനരുദ്ധാരണത്തിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് 65 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ കരാറുകാരന്റെ അനാസ്ഥ മൂലം ഇതിന്റെ പ്രവൃത്തി ഇഴഞ്ഞും നിലച്ചുമെല്ലാം ദിവസങ്ങളും മാസങ്ങളും തള്ളുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനെതിരെ ഇവർക്കിടയിൽ ശക്തമായ പ്രതിഷേധവും പുകയുന്നുണ്ട്. നിലവിലെ മണ്ഡലം MLA AKM അഷ്റഫിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ റോഡിന് ശാപമോട്ടം നൽകാനുള്ള തുക അനുവദിച്ചു കിട്ടിയത്. കരാറുകാരന്റെ നിരുത്തരവാദപരവും നിഷേധാത്മകവുമായ പെരുമാറ്റം കാരണം സ്വപ്നതുല്യമായി വന്നെത്തിയ പദ്ധതി തകിടം മറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഈ റോഡിനെ ആശ്രയിച്ച് കഴിയുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ ഒന്നടങ്കം പറയുന്നത്. സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കുമെല്ലാം ആശ്രയമായ ഒരു പ്രധാന റോഡ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ദിവസവും അനേകം പേർ ഇതിലൂടെ കടന്നുപോകുന്നു. മെറ്റൽ മിശ്രിതം പാകലിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റോഡിന്റെ നവീകരണം. ഇത് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തുടർ പ്രവൃത്തികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇവർ ഈ പണിയെല്ലാം തുടങ്ങി വെക്കുന്നത് ഈ സ്കൂൾ ഇല്ല സമയത്ത് മാത്രമാണ്. ഇവർ റോഡിൻ്റെ പണിയും ഈ ഡ്രൈനേജിൻ്റെ പണിയും എല്ലാം നടക്കുന്ന ഈ സ്കൂൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സ്കൂൾ ഇല്ലാത്ത ദിവസം ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അവർ ഒരു പണിയും ഇവിടെ നടത്തുന്നില്ല. എല്ലാം ഈ കുഞ്ഞോളെ കൊണ്ടുപോകാനുള്ള വണ്ടി, എത്ര വണ്ടി, എല്ലാ സ്കൂളിൻ്റെ വണ്ടിയിലെ പാസ്സാകുന്നു. ചെറിയ ചെറിയ റിക്ഷക്കാർക്കാണ് ഞങ്ങൾക്കാണ് വലിയ അടി വരുന്നത്. ഒരു ടയർ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 4000 റുപ്യ എടുത്ത് വരുന്നു. നമുക്ക് കിട്ടുന്നത് തുച്ഛമായ ഒരു വാടകയാണ്. നമുക്ക് പിന്നെ കുഞ്ഞോളെ ഇവിടുത്തെ സ്കൂളിന് മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ടയർ വിട്ട് നമ്മൾ മാത്രം തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ റോട്ടിലേ വരില്ല. മെറ്റൽ മിശ്രിതത്തിലെ കല്ലുകൾ ഇളകാൻ തുടങ്ങിയത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഓവുചാലുകളുടെ സ്ലാബുകളെല്ലാം അലക്ഷ്യമായി തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പം ഇതേപോലെ ആക്കിയിട്ട് വെച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഈ 3 ദിവസവും ഒരു വണ്ടി റോളർ വന്നിട്ട് അമർത്തിയോ ഒന്നും ചെയ്തില്ല. ഇത് അമർത്തിയതിൻ്റെ സിസ്റ്റം ശരിയുമില്ല. എന്നുവെച്ചാൽ ഇത് സിമെന്റ് പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം അടിച്ചിട്ട് ലെവലാക്കിയിട്ട് പക്ഷേ മാത്രമേ റോളർ ഇട്ട് അമർത്തിയാൽ അത് കുറച്ച് സിറ്റിംഗ് ആവും. എല്ലാം അത് സെറ്റാവില്ല. ഇപ്പോൾ ഒരു നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒലിച്ചിട്ട് പോകും, എല്ലാം കലങ്ങിയിട്ട് പോകും. ഇതെല്ലാം വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ സമയത്ത് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന പണിയാണ്. ഇപ്പം ഈ ഇലക്ഷൻ വരുന്നവരെ ഇവർ എന്താക്കി ഇതുവരെ ഉറങ്ങിയതാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും അത്യാഹിതങ്ങളെയും ദുരിതങ്ങളെയും മാടി വിളിക്കുന്ന ഈ റോഡിന്റെ വികസന പ്രവൃത്തികളെ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സമാശ്വാസം പകരാൻ കരാറുകാരനും അധികാരികളും തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ ആഗ്രഹിക്കുന്നതും അഭ്യർത്ഥിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.